പിണറായി സർക്കാർ അധികാരത്തിലേറിയത് ഭരിക്കാനാണോ അതോ അഴിമതി മാത്രം നടത്താനാണോ എന്ന് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അതിന് കാരണവുമുണ്ട്. മുമ്പ് ഇടതും വലതും സർക്കാരുകൾ മാറി മാറി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ അപ്പോഴൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത തരം അഴിമതികളാണ് 2016 പിണറായി വിജയൻ അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിൽ അരങ്ങേറിയത്. മറ്റു സർക്കാരുകളുടെയൊക്കെ കാലത്ത് ചില അഴിമതികളൊക്കെ നടന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതൊക്കെ പിണറായി സർക്കാരിൻ്റെ അഴിമതികളെ വെച്ച് നോക്കുമ്പോൾ തീർത്തും നിസ്സാരമായിട്ടുള്ളതാണ്. പമ്പ മണൽക്കടത്ത്, ഇ മൊബിലിറ്റി, സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ബന്ധുനിയമനം, അങ്ങനെ അഴിമതികളുടെ ഒരു ഘോഷയാത്രയായിരുന്നു 2016 ശേഷം കേരളം കണ്ടത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലീസിൻ്റെ തലപ്പത്തു നടന്ന ചില ഞെട്ടിപ്പിക്കുന്ന അഴിമതികളുണ്ട്. ഈ അഴിമതികൾ നിയമസഭയിൽ ആദ്യം ഉയർത്തിയത് PT തോമസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയായിരുന്നു. പോലീസിൻ്റെ തലപ്പത്ത് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരുന്നു. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഈ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് എത്തിയത്. പിണറായി വിജയൻ്റെ പിണിയാളായ ലോക്നാഥ് ബെഹ്റയായിരുന്നു അന്നത്തെ പോലീസ് മേധാവി. തനിക്ക് കിട്ടിയ സൂചനകൾ അടിസ്ഥാനമാക്കി രമേശ് ചെന്നിത്തല തൻ്റേതായ നിലയിൽ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട പല രേഖകളും അദ്ദേഹത്തിന് കിട്ടി. സാധാരണ ഇത്തരം വിവരങ്ങൾ കിട്ടിയാൽ പത്രസമ്മേളനത്തിലൂടെയായിരിക്കും ചെന്നിത്തല തുടക്കമിടുന്നത്. പക്ഷേ നിയമസഭ നടക്കുന്ന കാലമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരഭിപ്രായമുണ്ടായി. അങ്ങനെയാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ രമേശ് ചെന്നിത്തല PT തോമസിനെ ചുമതലപ്പെടുത്തിയത്. PT തോമസും തൻ്റേതായ നിലയിൽ ഒരു അന്വേഷണം നടത്തി ചില വിവരങ്ങൾ കൂടി അധികമായി ശേഖരിച്ചു. അതിനുശേഷം 2020 ഫെബ്രുവരി 11 നടന്ന ബജറ്റ് ചർച്ചയിൽ അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു PT തോമസ് തുടക്കമിട്ടത്. മോന്തായം വളഞ്ഞാൽ 36 വളയും എന്നതുപോലെ കേരള പോലീസ് അഴിമതിക്കാരുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു PT തോമസ് നിയമസഭയിൽ പറഞ്ഞത്. പോലീസ് നവീകരണത്തിൻ്റെ മറവിൽ നടന്നത് വൻ അഴിമതിയായിരുന്നു. മാവോയിസ്റ്റ് മേഖലയിൽ തണ്ടർബോൾട്ട് സേനാംഗങ്ങൾക്ക് ക്വാർട്ടേഴ്സ് പണിയാനുള്ള ഫണ്ട് DGP ലോക്നാഥ് ബെഹ്റ വകമാറ്റിയിരിക്കുകയാണെന്ന ആരോപണം PT തോമസ് ഉന്നയിച്ചു. അതുമാത്രമല്ല, മറ്റു ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹം ഉയർത്തി. അതിനുശേഷം നിയമസഭയിൽ CAGയുടെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. റിപ്പോർട്ടിലാകട്ടെ PT തോമസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയായിരുന്നു. PT തോമസ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ അഴിമതികൾ CAG കണ്ടെത്തി. CAG നിയമസഭയിൽ വെച്ച 2019 4-ാം നമ്പർ റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രയും ഭീകരമായിട്ടുള്ള അഴിമതി പോലീസിന്റെ തലപ്പത്ത് നടന്നിട്ടില്ലായിരുന്നു. പോലീസിന്റെ അഴിമതി അക്കമിട്ടു നിരത്തിയ മറ്റൊരു CAG റിപ്പോർട്ടും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ലായിരുന്നു. PT തോമസ് നിയമസഭയിൽ ഉന്നയിച്ചതും CAG കണ്ടെത്തിയതുമായ പല അഴിമതികളും പിന്നീട് പുറത്തു വന്നു. തോക്കും തിരകളും കാണാതായതായിരുന്നു അതിലൊന്ന്. പോലീസ് ക്യാമ്പുകളിൽ നിന്നും വെടിക്കോപ്പുകൾ കാണാതായെന്ന് CAG കണ്ടെത്തി. രാജ്യസുരക്ഷയെപ്പോലും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത്. 25 ഇൻസാസ് റൈഫിളുകളും 12061 ബുള്ളറ്റുകളും കാണാതായതായി CAG കണ്ടെത്തി. 2018 ഇത്. 2011 ഫെബ്രുവരിയിൽ 25 റൈഫിളുകൾ തിരുവനന്തപുരം SAP ക്യാമ്പിലേക്ക് അയച്ചു. രേഖകളിലുണ്ടായ പിഴവ് മാത്രമാണ് തോക്കുകൾ കാണാനില്ല എന്ന ധാരണയ്ക്ക് കാരണമായത്. ഇതായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്നാൽ ഈ മുടന്തൻ ന്യായം CAG തള്ളുകയാണുണ്ടായത്. ഗുരുതരമായ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല നിയമസഭയിൽ ആവശ്യപ്പെട്ടു. മനസാക്ഷി കുത്തില്ലാതെ നുണ പറയുന്നതിനും ഉളുപ്പില്ലാതെ ന്യായീകരണം പറയുന്നതിനും ബഹുകേമനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കുറ്റം പ്രതിപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. UDFന്റെ ഭരണകാലത്താണ് തോക്കുകളും തിരകളും കാണാതായത് എന്നായിരുന്നു പിണറായിയുടെ വാദം. ഈ വാദം ഒരു തരത്തിൽ ശരിയായിരുന്നു. 2015 സെപ്റ്റംബറിൽ പരിശോധന നടത്തിയപ്പോൾ 2 തവണയായി 200 വെടിയുണ്ടകൾ കാണാനില്ലെന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് ഒരു ബോർഡ് രൂപീകരിക്കുകയും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. 2016 പിണറായി വിജയന്റെ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷമാണ് പോലീസ് ചീഫ് സ്റ്റോറിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടായത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ബോർഡ് ഒരു അന്വേഷണം നടത്തി. ആ ബോർഡ് കണ്ടെത്തിയത് വെടിയുണ്ടകൾ നഷ്ടപ്പെട്ട സ്റ്റോക്ക് 1999 ജൂലൈ 12 പാക്ക് ചെയ്തതാണ് എന്നായിരുന്നു.
എന്നാൽ ഇത് 2000-നും 2014-നും ഇടയിൽ നഷ്ടപ്പെട്ടതായിരിക്കാം എന്ന നിഗമനത്തിലെത്തി. എന്നാൽ 2017-ൽ വീണ്ടും നടത്തിയ പരിശോധനയിൽ കാണാതായ വെടിയുണ്ടകളുടെ എണ്ണം 7433 ആയി. 2018-ൽ വീണ്ടും പരിശോധന നടത്തി. അപ്പോൾ കാണാതായ ഉണ്ടകൾ 8398 ആയി. അതായത് ഒറ്റ വർഷം കൊണ്ട് 965 വെടിയുണ്ടകളുടെ കുറവ്. ഈ 2 മോഷണവും നടന്നത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. പേരൂർക്കട പോലീസ് ക്യാമ്പിലെ ആയുധശേഖരത്തിൽ നിന്ന് വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിലെ ഒരു പ്രതി അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഗൺമാനായിരുന്നു. 2019 ജൂൺ 27-ന് VT ബൽറാം നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയായി അധികാരമേറ്റതിനു ശേഷം ലോക്നാഥ് ബെഹ്റ എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ആ ചോദ്യം. 151,41,00,000 രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു പിണറായി വിജയന്റെ മറുപടി. CAG റിപ്പോർട്ടിൽ കണ്ടെത്തിയത് വൻ അഴിമതികളായിരുന്നു. സ്റ്റോർ പർച്ചേസ് മാനുവലും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഗൈഡ് ലൈനും ലംഘിച്ചായിരുന്നു ഈ പർച്ചേസുകളെല്ലാം നടത്തിയത് എന്നും CAG കണ്ടെത്തി. ഈ പർച്ചേസുകളൊക്കെ സർക്കാർ പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായി പർച്ചേസ് നടത്തുക, പിന്നീട് സർക്കാർ അതിന് അംഗീകാരം കൊടുക്കുക, ഇത് വ്യക്തമായ കൂട്ടുകച്ചവടമാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പോലീസ് മോഡേണൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി SI-മാർക്കും ASI-മാർക്കും ക്വാർട്ടേഴ്സ് നിർമ്മിക്കാനായി 2013-14 സാമ്പത്തിക വർഷത്തിൽ 4,35,00,000 രൂപ നീക്കിവെച്ചിരുന്നു. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ തുക വകമാറ്റിയ ഈ പണം കൊണ്ട് DGPക്ക് വില്ലയും ADGPമാർക്ക് ക്യാമ്പ് ഹൗസുകളും നിർമ്മിച്ചു. 2015 സെപ്റ്റംബറിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് ഈ ഫണ്ട് നൽകാനായി ഉത്തരവിട്ടിരുന്നു. പക്ഷേ പിന്നീട് വന്ന പിണറായി സർക്കാർ ഇത് ചെയ്തില്ല. പകരം 2017-ൽ സപ്ലിമെന്ററി ഗ്രാൻഡായി നിയമസഭയിൽ കൊണ്ടുവന്നാണ് ഈ ഫണ്ട് പോലീസിന് കൈമാറിയത്. ഈ ഫണ്ടാണ് പിന്നീട് വകമാറ്റി ലോക്നാഥ് ബെഹ്റ DGPക്കും ADGPമാർക്കും വില്ലകൾ നിർമ്മിച്ചത്. DGPക്ക് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ടാണ് വില്ല നിർമ്മിച്ചത് എന്നായിരുന്നു സർക്കാരിൻ്റെ വിചിത്രവാദം. എന്നാൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് ലോക്നാഥ് ബെഹ്റ വില്ലകൾ നിർമ്മിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം പിന്നീട് പുറത്തു വന്നു. അനുമതിയില്ലാതെ ഫണ്ട് വകമാറ്റി ചെലവാക്കുന്നതിന് നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആഭ്യന്തര വകുപ്പിനെ മുമ്പ് താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് ലോക്നാഥ് ബെഹ്റ വീണ്ടും ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത്. പോലീസ് മോഡേണൈസേഷൻ ഫണ്ട് വിനിയോഗിച്ച് ടെൻഡർ വിളിക്കാതെ VVIPകൾക്കായി മിറ്റ്സുബിഷി പജേറോ വാഹനം വാങ്ങിയിരുന്നു. ഇതിലും വൻ ക്രമക്കേടും നിയമലംഘനവും CAG കണ്ടെത്തി. വാഹനം വാങ്ങാനായി സർക്കാരിൻ്റെ അനുമതി വാങ്ങാതെ കരാറുകാരന് മുൻകൂറായി 33 ലക്ഷം രൂപ DGP നൽകി. ടെൻഡർ വിളിക്കാതെ DGPയുടെ നേതൃത്വത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു ആഡംബര വാഹനങ്ങൾ വാങ്ങിയത്. അതുപോലെ തന്നെ 2 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും വാങ്ങി. വില 1,10,00,000 രൂപ. ഇങ്ങനെ വാങ്ങിയ ആഡംബര വാഹനങ്ങളിൽ ഒരെണ്ണം ചീഫ് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു. ശബരിമലയിൽ സുരക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയതിലും അഴിമതി നടന്നു. ഇത് CAG കണ്ടെത്തുകയും ചെയ്തു. ഇവിടെയും ഒരു മറയായി മുന്നിൽ നിർത്തിയത് കെൽട്രോണിനെയായിരുന്നു. ഈ ഉപകരണങ്ങൾ വാങ്ങിയതാകട്ടെ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ 2-3 ഇരട്ടി തുക കൊടുത്തായിരുന്നു. ഈ ഇടപാടിൽ മാത്രം 1.5 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും CAG കണ്ടെത്തി. 2000 ഫെബ്രുവരിയിൽ കെൽട്രോണിനെ ടോട്ടൽ സർവീസ് പ്രൊവൈഡറായി അന്നത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അടക്കം സംഭരിക്കാൻ കെൽട്രോണിനെ ഏൽപ്പിച്ചത്. പക്ഷേ ഇത് പോലീസിലെ ചില ഉന്നതരും കെൽട്രോണും കൂടി ദുരുപയോഗം ചെയ്തെന്ന് CAG കണ്ടെത്തി. 2014-15 വർഷങ്ങളിൽ 1,95,00,000 രൂപ ചെലവിൽ എക്സ്റേ സ്കാനറുകൾ ഘടിപ്പിച്ചിട്ടുള്ള 2 വാഹനങ്ങൾ കൂടി വാങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഇതിനായി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ടെൻഡറിൽ പങ്കെടുത്ത 4 കമ്പനികൾക്കും മതിയായ യോഗ്യതകളില്ലാത്തത് കൊണ്ടുതന്നെ ടെൻഡർ നടപടികൾ ടെക്നിക്കൽ കമ്മിറ്റി നിർത്തിവെച്ചു. എന്നാൽ ഇതിൽ പങ്കെടുത്ത 4 കമ്പനികൾക്കും മതിയായ യോഗ്യത ഇല്ലാത്തത് കൊണ്ടുതന്നെ ടെൻഡർ നടപടികൾ ടെക്നിക്കൽ കമ്മിറ്റി നിർത്തിവെച്ചു. അതിനുശേഷം പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം നടന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കെൽട്രോണിനെ ഏൽപ്പിച്ചു. ആദ്യം യോഗ്യതയില്ലെന്ന് പറഞ്ഞ് നിരസിച്ച അതേ കമ്പനിയിൽ നിന്നും എക്സ്റേ സ്കാനറുകൾ വാങ്ങിയെന്നും CAG കണ്ടെത്തി. 19 മൾട്ടി സോൺ ഫ്രെയിം ഡിറ്റക്ടറുകൾ വാങ്ങി. ഇതിൻ്റെ മാർക്കറ്റ് വില 57 ലക്ഷമാണ്. എന്നാൽ കെൽട്രോണിന് കൊടുത്തത് 1,22,00,000 രൂപ. ഇതിലൂടെ സർക്കാരിന് നഷ്ടം 65 ലക്ഷം രൂപ.
30 ലക്ഷം രൂപ ചെലവാക്കി 10 ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറുകൾ വാങ്ങാനായി ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചു. ഈ ഇടപാടിൽ കെൽട്രോണിന് നൽകിയത് 39,74,000 രൂപ. ഈ കച്ചവടത്തിൽ സർക്കാരിന്, അതായത് പൊതുഖജനാവിന് നഷ്ടം 9,74,000 രൂപ. 30 ലക്ഷം രൂപ ചെലവിൽ 3 നോൺ ലീനിയർ ജംഗ്ഷൻ ഡിറ്റക്ടറുകൾ വാങ്ങാൻ ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചു. ഈ ഇടപാടിൽ കെൽട്രോണിന് കൊടുത്തത് 1,04,00,000 രൂപ. ഖജനാവിന് നഷ്ടം 74,49,000 രൂപ. CAG റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രമാണിത്. CAG റിപ്പോർട്ടും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളും നിയമസഭയിൽ വലിയ ഭൂകമ്പമുണ്ടാക്കി. പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധിച്ചു. പിന്നീട് രമേശ് ചെന്നിത്തല പറഞ്ഞ വാചകങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റുപിടിച്ചു. ഒരു കൊള്ളസംഘമാണ് കേരളത്തിൽ പോലീസിന്റെ ഭരണം നടത്തുന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ അഴിമതി. ഇങ്ങനെയായിരുന്നു ചെന്നിത്തല പറഞ്ഞത്. മുഖ്യമന്ത്രി അറിയാതെ ഇത്ര വലിയൊരു തട്ടിപ്പ് നടക്കില്ലെന്നും ആരെയും പേടിക്കാനില്ലാത്ത തരത്തിലാണ് അഴിമതികൾ നടന്നിരിക്കുന്നത് എന്നും ആരോപിച്ച രമേശ് ചെന്നിത്തല CBI അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ പതിവ് കലാപരിപാടി തന്നെ ഈ വിഷയത്തിലും പിണറായി വിജയൻ അവതരിപ്പിച്ചു. അതായത് CBI അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ നടത്തണമെന്ന ആവശ്യം തള്ളുകയും ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ചെയ്തു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ CAG റിപ്പോർട്ടിൽ പറയുന്ന വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി. തെളിവെടുപ്പുകളും മൊഴിയെടുപ്പുകളും അന്വേഷണവുമൊക്കെ തകൃതിയായി നടന്നു. പക്ഷേ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഉപയോഗിക്കാൻ കഴിയുന്ന വെടിയുണ്ടകളല്ല, മറിച്ച് ഉപയോഗശൂന്യമായ കാർട്ടിലേജുകളാണ് കാണാതായത് എന്ന നിഗമനത്തിലാണ്. CAG കണ്ടെത്തിയ മറ്റ് അഴിമതികളിൽ അന്വേഷണം വേണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യവും സർക്കാർ തള്ളി. പോലീസിലെ മറ്റൊരു അഴിമതി കൂടി പുറത്തു കൊണ്ടുവന്നു ചെന്നിത്തല. സാമ്പത്തികമുള്ളവർക്ക് പോലീസിന്റെ അധിക സുരക്ഷാ ഉറപ്പ് വാഗ്ദാനം ചെയ്ത സിംസ്, അതായത് സെൻട്രൽ ഇൻസ്ട്രക്ഷൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന തട്ടിപ്പ് പദ്ധതിയായിരുന്നു അത്. 80,000 രൂപ മുതൽ 4.5 ലക്ഷം രൂപ വരെ നൽകുന്നവർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും CCTV ക്യാമറകൾ ഘടിപ്പിച്ച് അതിലൂടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു ഇത്. പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെ സുരക്ഷ നൽകേണ്ട ഭരണഘടനാ ബാധ്യതയുള്ള ഒരു സർക്കാരാണ് പണം വാങ്ങി പണക്കാരന് കൂടുതൽ സുരക്ഷ നൽകുന്ന പദ്ധതി കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്നോർക്കണം. ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നതും ചെന്നിത്തലയാണ്. ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരം പ്രവൃത്തികൾ ഏൽപ്പിക്കുന്ന കമ്പനികൾക്ക് കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നാണ് നിയമം. പക്ഷേ ആ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് തുടങ്ങിയിട്ട് 1 വർഷം പോലുമാകാത്ത ഗാലക്സോൺ എന്ന കമ്പനിക്കായിരുന്നു കരാർ നൽകിയത്. പോലീസ് ആസ്ഥാനത്ത് ഈ കമ്പനിയുടെ ജീവനക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും നൽകി. ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകി. തന്ത്രപ്രധാനമായ പോലീസ് ആസ്ഥാനത്ത് സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ ജോലി ചെയ്യുന്നത് വലിയ സുരക്ഷാ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല നിയമസഭയിലും ഉന്നയിച്ചു. പിന്നീട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗുരുതരമായിരുന്നു. കെൽട്രോണിനെ മറയാക്കി സ്വകാര്യ ഏജൻസിക്ക് കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതിയാണിത്. സർക്കാരിൻ്റെ പ്രാഥമികവും പ്രധാനവുമായ കടമയാണ് പോലീസിംഗ്. അതിനെപ്പോലും സ്വകാര്യവൽക്കരിക്കുകയും അപകടത്തിലാക്കുകയുമാണ് സർക്കാർ ചെയ്തത്. ഇതായിരുന്നു ചെന്നിത്തലയുടെ ആരോപണം. വെറും ആരോപണം എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യം തന്നെയായിരുന്നു. കള്ളം പൊളിയുകയും വിവാദം കത്തുകയും ചെയ്തതോടെ സർക്കാർ അല്പം പിന്നോട്ട് വലിഞ്ഞെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്ന് അന്ന് മാധ്യമ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പോലീസിലെ മറ്റൊരു അഴിമതിയായിരുന്നു പാസ്പോർട്ട് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും വിവരങ്ങൾ അടങ്ങുന്ന ഡാറ്റാ ബാങ്ക് ULTSA എന്ന സ്വകാര്യ കമ്പനിക്ക് നൽകാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത്. ഇത് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പാസ്പോർട്ടിലെ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വ്യക്തിഗത വിവരങ്ങളാണ്. ഇത് ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷേ പണത്തിന് ആർത്തിമൂത്ത ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ളവർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. നമ്മുടെ മൗലികാവകാശമാണ് നമ്മുടെ സ്വകാര്യത. ഈ മൗലികാവകാശം ഭരണഘടന അനുവദിച്ചു തന്നതാണ്. എന്നിട്ടും വ്യക്തികളുടെ വിവരങ്ങൾ യാതൊരു മടിയുമില്ലാതെ സ്വകാര്യ കമ്പനിക്ക് നൽകാൻ പിണറായി വിജയന്റെ സർക്കാർ ശ്രമിച്ചത് എന്നോർക്കണം. ഇതിനെതിരെ പ്രതിപക്ഷം ഹൈക്കോടതിയിലെത്തി. അതോടെ ഈ അഴിമതി സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. അന്ന് പോലീസ് തലപ്പത്തിരുന്ന ഈ അഴിമതികളെല്ലാം ചെയ്ത ലോക്നാഥ് ബെഹ്റ പിന്നീട് വിരമിച്ചു. അദ്ദേഹം ഇപ്പോൾ കൊച്ചി മെട്രോയുടെ MD ആണ്.
രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടാതിരിക്കുകയും അദ്ദേഹം ഇതിൽ ഇടപെടാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ പോലും എണ്ണം പറഞ്ഞ് പിണറായി വിജയന്റെ സർക്കാർ സ്വകാര്യ കമ്പനിക്ക് വിൽക്കുമായിരുന്നു.